ഹലോ എവരിവൺ, എല്ലാവർക്കും ദിശ അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. SSC CGL 2025 മെയിൻസിൻ്റെ എക്സാം നമുക്ക് 3 മാസത്തിനകം പ്രതീക്ഷിക്കാവുന്നതാണ്. ഏകദേശം ഒരു 90 ഡേയ്സ് പ്ലാനാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ എങ്ങനെയൊക്കെ നിങ്ങൾക്കൊരു SSC CGL മെയിൻസിന് വേണ്ടി ഏറ്റവും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യണം എന്ന് ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് നോക്കാം. ഇപ്പോൾ CGL പ്രിലിംസ് എഴുതി അതിൻ്റെ റിസൾട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്നവർക്ക് വേണ്ടിയാണ് ഈ ഒരു വീഡിയോ. ഒന്നാമതായിട്ട് എനിക്ക് പറയാനുള്ള കാര്യം, നിങ്ങൾ ഒരിക്കലും പ്രിലിംസിൻ്റെ ആൻസർ കീ വന്നിട്ട് നിങ്ങൾ പഠിച്ചു തുടങ്ങാം, അപ്പോൾ ക്ലിയർ ആവോ ഇല്ലയോ എന്ന് നോക്കിയിട്ട് കട്ട് ഓഫ് നോക്കിയിട്ട് പഠിച്ചു തുടങ്ങാം എന്ന് പറഞ്ഞിരിക്കുന്നവരാണെങ്കിൽ ആ ഒരു പ്രവണത മാറ്റി വെക്കുക. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ CGLും കിട്ടത്തില്ല, അടുത്ത CGLിലുള്ള നിങ്ങളുടെ പ്രിപ്പറേഷൻ എന്താവും, കുളമായിപ്പോൾ. അപ്പോൾ ഇത് നെഗറ്റീവായിട്ട് പറയുന്നതല്ല. നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ഇപ്പോൾ നിങ്ങളുടെ CGL 2025 എക്സാം കഴിഞ്ഞു, അത് നന്നായിട്ട് എഴുതിയവരുണ്ടാവാം, പാനിക്കായിട്ട് എഴുതിയവരുണ്ടാവാം, കുളമായിട്ട് എഴുതിയവരുണ്ടാവാം. അപ്പോൾ നിങ്ങളെ ഒന്ന് അനലൈസ് ചെയ്യാം. ഞാൻ സിലബസ് അത്യാവശ്യം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടോ, എനിക്ക് നന്നായിട്ട് എഴുതാൻ പറ്റുമോ, അതോ ഞാൻ ഏറ്റവും ബിഗിനർ ലെവലാണോ. നിങ്ങൾക്ക് ആ ഒരു എക്സാം എഴുതുമ്പോൾ ഉള്ള ഒരു ഗുണം എന്ന് പറഞ്ഞാൽ, എക്സാം എഴുതുമ്പോൾ ഉള്ള ഒരു ഗുണം എന്താണ്, നമുക്ക് നമ്മളെ തന്നെ ഒന്ന് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങൾ എക്സാമിന് പോയ സമയത്ത് എങ്ങനെയായിരുന്നു നിങ്ങളുടെ ക്വസ്റ്റ്യൻസിനോടുള്ള അപ്രോച്ച്, നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നത് പോലാണോ, അതോ എനിക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ അത്യാവശ്യം ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഒരു ചോദ്യം നിങ്ങളടുത്ത് ചോദിക്കാം. അങ്ങനെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല, അതായത് ഭയങ്കര ഫ്ലോപ്പ് ആയിരുന്നു നിങ്ങളുടെ എക്സാം എന്നുണ്ടെങ്കിൽ, നിങ്ങൾ CGL 2026 വേണ്ടി വേറെ ഒന്നും ആലോചിക്കണം, അങ്ങ് പഠിച്ചു തുടങ്ങാം. CGL 2026 പഠിക്കുമ്പോൾ ബാക്കി എക്സാംസ് എന്തായിക്കോളും, ക്ലിയർ ആയിക്കോളും. ഇനി അങ്ങനെയല്ല, നിങ്ങൾ അത്യാവശ്യം നന്നായിട്ട് എഴുതി, നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ നന്നായിട്ട് എഴുതി, അത്യാവശ്യം നന്നായിട്ട് എഴുതി ക്ലിയർ ആവുന്നൊരു ചെറിയൊരു ഹോപ്പെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പറയുന്നത് CGL മെയിൻസ് 2025 വേണ്ടി അങ്ങ് പഠിച്ചു തുടങ്ങാം. ഇപ്പോൾ കുറേ പേര് നോർത്ത് ഇന്ത്യയിലുള്ള ആൾക്കാരാണ് കൂടുതൽ നമുക്ക് കോമ്പറ്റീഷൻ. അപ്പോൾ അവരെല്ലാം എന്താണ്, കുറേ കോൺട്രവേഴ്സിയുടെ ഒക്കെ പുറയിലാണ്. ഇപ്പോൾ കേസ് വരും, ക്യാൻസൽ ആവും, അങ്ങനെയൊക്കെ പറഞ്ഞ് നടക്കുവാണ്. അപ്പോൾ അവരവരുടെ വിലപ്പെട്ട സമയം എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, കുറേ പേര് വേസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് നമ്മളുടെ ഒരു അവസരമായിട്ട് തന്നെ കണക്കാക്കണം. വെറുതെ ഈ ഒരു കോൺട്രവേഴ്സിയുടെ ഒന്നും പറയാൻ പോവാതെ നിങ്ങൾ ഒരു ഷെഡ്യൂൾ വെച്ചിട്ട് ക്ലാസ്സുകൾ കണ്ടിട്ട് നന്നായിട്ട് എന്ത് ചെയ്യണം, പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയാണ് ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. CGL മെയിൻസ് 2025 എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് ഈ ഒരു 90 ദിവസം ചെയ്യണം, സോ ദാറ്റ് നിങ്ങൾക്ക് നല്ലൊരു മാർക്ക് വാങ്ങി അത് നിങ്ങൾ മെയിൻസ് ക്ലിയർ ആയില്ലെങ്കിൽ പോലും അടുത്ത എക്സാം നിങ്ങൾ പക്ക ക്ലിയർ ആയിരിക്കും. അല്ലെങ്കിൽ മെയിൻസിൻ്റെ കൂടെ നിങ്ങൾ എഴുതുന്ന, ഇപ്പോൾ CHSൽ വരുന്നു, ബാക്കി MTS വരുന്നു, അങ്ങനെയുള്ള എക്സാംസ്, അടുത്ത വർഷത്തെ NTPC വരുന്നു, അതെല്ലാം നിങ്ങളുടെ ഈ മെയിൻസിൻ്റെ പ്രിപ്പറേഷനിലൂടെ തന്നെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റും. അതെങ്ങനെ ചെയ്യാൻ പറ്റുമെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ടും കാണുക. ചെറിയ വീഡിയോ ആയിരിക്കും, വലിയ ലെങ്ത് ഒന്നും കാണത്തില്ല. കംപ്ലീറ്റ് ആയിട്ട് ഇതിൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ പ്രിപ്പറേഷനിൽ ഉൾക്കൊള്ളാൻ ശ്രമിക്കുക. ഒരുപാട് ഗുണം നിങ്ങൾക്ക് ഉണ്ടാകും. ഇത് നമ്മുടെ ഓൺലൈൻ കോഴ്സസിൻ്റെ ഡീറ്റെയിൽസ് ആണ്. ഈ നമ്പേഴ്സിൽ കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്ക് എല്ലാ എക്സാംസുകൾക്കും വേണ്ടിയുള്ള ബാങ്ക് ആയിക്കോട്ടെ, SSC ആയിക്കോട്ടെ, റെയിൽവേ ആയിക്കോട്ടെ, എല്ലാത്തിനും വേണ്ടിയുള്ള ക്വാളിറ്റി ക്ലാസ്സുകൾ നിങ്ങൾക്ക് എടുത്ത് പഠിക്കാവുന്നതാണ്. ഇത് കംപ്ലീറ്റ് ആയിട്ടുള്ള SSCയുടെ കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് ആണ്. ഇത് ആപ്ലിക്കേഷനിൽ അവൈലബിൾ ആണ്. അതുപോലെ ഇത് ഓഫ്ലൈൻ സെൻറ്റേഴ്സിൻ്റെ ഡീറ്റെയിൽസ് ആണ്. അങ്ങനെയുള്ളവർക്ക് എന്ത് ചെയ്യാം, ഓഫ്ലൈൻ സെൻറ്റേഴ്സിലായാലും പോയി പഠിക്കാം. അപ്പോൾ നമ്മളുടെ ഈ ഒരു 90 ഡേയ്സ് സ്ട്രാറ്റജിയിൽ ഇപ്പോൾ എങ്ങനെയുള്ളവരാണ് പഠിക്കേണ്ടതെന്ന് പറഞ്ഞു. ഇപ്പോൾ തന്നെ എങ്ങനെ പഠിച്ചു തുടങ്ങണം എന്നുള്ള കാര്യമാണ് പറയാൻ പോകുന്നത്. അപ്പോൾ അതിന് ഓരോ സബ്ജക്റ്റുകൾ നിങ്ങൾക്ക് മെയിൻസിൻ്റെ പാറ്റേൺ അറിയാം. മാത്സ് ആൻഡ് റീസണിങ് 180 മാർക്ക്, 90 ക്വസ്റ്റ്യൻ ആണുള്ളത്. 60 ക്വസ്റ്റ്യൻ ആണുള്ളത്. അതുപോലെ 60 മിനിറ്റേ നമ്മുടെ കയ്യിലുള്ളൂ. അതായത് മാത്സിൻ്റെ 30 ക്വസ്റ്റ്യൻ, റീസണിങ്ങിൻ്റെ 30 ക്വസ്റ്റ്യൻ. ഇതാണ് പാറ്റേൺ. അതുപോലെ ഇംഗ്ലീഷ് ആൻഡ് GK, ഇംഗ്ലീഷാണ് കൂടുതൽ ഉള്ളത്. ഇംഗ്ലീഷ് ആൻഡ് GK 210 മാർക്കിനാണ്. അതിൽ ഇംഗ്ലീഷ് 45 ക്വസ്റ്റിനും GK 25 ക്വസ്റ്റിനുമാണ്. അങ്ങനെ 70 × 3, ഓരോ ക്വസ്റ്റിനും 3 മാർക്ക്, നെഗറ്റീവ് മാർക്ക് 1 മാർക്ക് വെച്ച്, അങ്ങനെ 70 ക്വസ്റ്റ്യൻ അതിനും 60 മിനിറ്റ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ടൈം ഒരു പ്രശ്നമാവാൻ ചാൻസ് കുറവാണ് ഇംഗ്ലീഷ് ആൻഡ് GK. പക്ഷേ പ്രിലിംസിൽ വന്ന ആ ഒരു ഹാർഡ്നെസ് കണ്ടിട്ട് ഇംഗ്ലീഷ് അത്യാവശ്യം നല്ല ലെവലാണ് ചോദിച്ചത്, മെയിൻസിനും നല്ല ലെവലിൽ തന്നെ പ്രതീക്ഷിക്കാം. GK സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പാണ് ചോദിച്ചത്. അപ്പോൾ ഈ 60 മിനിറ്റിൽ നിങ്ങൾക്ക് മിക്കവാറും 60 മിനിറ്റ് തന്നെ എടുക്കേണ്ടി വരും ഇംഗ്ലീഷും GKയും വായിച്ച് സെറ്റാക്കാൻ വേണ്ടി. അപ്പോൾ അതെന്ത് ചെയ്യണമെന്ന് പറയാം. അതുപോലെ മാത്സ് റീസണിങ് ആസ് ഓൾവേസ് 60 മിനിറ്റേ ഉള്ളൂ നിങ്ങൾക്ക് 60 ക്വസ്റ്റ്യൻ ചെയ്യാൻ. അപ്പോൾ കുറച്ച് ടൈറ്റ് ആയിരിക്കും. നല്ല രീതിയിൽ സെറ്റായി പോകുന്നവർക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ഈ മാത്സ് ഇംഗ്ലീഷ് സമയത്ത് ചേർക്കാൻ പറ്റും. അപ്പോൾ ഈ മെയിൻസിൻ്റെ മാർക്കാണ് നിങ്ങളുടെ ഫൈനൽ കട്ട് ഓഫിന് വേണ്ടി എടുക്കുന്നത്. അതുകൊണ്ട് 390 നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടുമോ അതാണ് നിങ്ങളുടെ ഫൈനൽ സെലക്ഷൻ എന്ത് ചെയ്യുന്നത്, മാറ്റർ ചെയ്യുന്നത്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ കമ്പ്യൂട്ടർ ഉണ്ട്. കമ്പ്യൂട്ടർ 20 ക്വസ്റ്റ്യൻ ആണ്. 20 ക്വസ്റ്റ്യൻ എത്ര മാർക്കിനാണ്, 60 മാർക്കിനാണ്. ഇത് ക്വാളിഫയിങ് ആണ്. മിനിമം ഇതിൻ്റെ ഒരു 18 മാർക്ക്, 18 to 24 മാർക്ക്. നിങ്ങളൊരു 30 മാർക്ക് വാങ്ങാൻ വേണ്ടി എന്ത് ചെയ്യുക, ട്രൈ ചെയ്യുക. അതെങ്ങനെ പഠിക്കണമെന്ന് പറയാം. അതുപോലെ ടൈപ്പിംഗ് ഉണ്ട്. ടൈപ്പിംഗ് എല്ലാ പോസ്റ്റുകൾക്കും നിർബന്ധമാണ്.
CHSന് വേണ്ടി 35 വേർഡ്സ് പെർ മിനിറ്റ് വേണം, മറ്റേ 27 മതി. മാക്സിമം സ്പീഡിൽ തന്നെ ടൈപ്പിംഗ് ഇപ്പം തന്നെ എന്ത് ചെയ്യണം, സ്റ്റാർട്ട് ചെയ്യേണ്ടതുണ്ട്. അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നും പറയും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ എക്സാമിന് വേണ്ടിയുള്ളത്. അപ്പോൾ ഇനി ഓരോന്നിൻ്റെ സ്ട്രാറ്റജി എന്താണെന്ന് പറയാം. അപ്പോൾ ആദ്യം നമ്മുടെ മാത്സിൻ്റെ സ്ട്രാറ്റജിയിലോട്ട് വരാം. മാത്സിന് നിങ്ങൾക്ക് വേണ്ടത് പ്രാക്ടീസ് മാത്രമാണ്. എത്രത്തോളം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നോ അപ്പോൾ മാത്രമേ നിങ്ങൾക്ക് എക്സാമിന് പോയിട്ട് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഓൾറെഡി നിങ്ങളുടെ സിലബസ് കംപ്ലീറ്റഡ് ആണെന്ന് വിശ്വസിക്കുന്നു. സിലബസ് കംപ്ലീറ്റഡ് അല്ലെങ്കിൽ പിന്നെ നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റത്തില്ല. സിലബസ് കംപ്ലീഷന് വേണ്ടി ഇപ്പോൾ തുടങ്ങുവാണെങ്കിൽ ഒരിക്കലും 3 മാസം കൊണ്ട് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് പ്രാക്ടീസ് സെറ്റ് ആവത്തില്ല. മാത്സിന് വേണ്ടി പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസ് ചെയ്യാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി നമ്മുടെ ദിശ ഓൺലൈൻ ആപ്ലിക്കേഷനകത്ത് മാത്സിൻ്റെ അതുപോലെ എല്ലാ സബ്ജക്റ്റിൻ്റെ മെയിൻസിൻ്റെ പ്രാക്ടീസ് ബാച്ച് ഉണ്ട്. മെയിൻസ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യും ഉടനെ തന്നെ. അപ്പോൾ അതിലെ മാത്സിൻ്റെ പ്രാക്ടീസ് ബാച്ച് നിങ്ങൾ പഠിക്കുക. അപ്പോൾ ക്ലാസ് എന്നുള്ള നിലയിൽ നിങ്ങൾക്ക് അത് മോർ ദാൻ ഇനഫാണ് മാത്സിൻ്റെ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി. എല്ലാ ലെവലിലുള്ള ക്വസ്റ്റ്യൻസും എങ്ങനെ എക്സാം മെത്തേഡ്, ഇപ്പം നോർമൽ ബേസിക് മെത്തേഡിലും എക്സാം മെത്തേഡിലും ചെയ്യുന്നതിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. നിങ്ങൾ എൻ്റെ ക്ലാസ് കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം. അപ്പോൾ ഈ പ്രാക്ടീസ് ബാച്ച് എടുത്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിൽ എൻറോൾ ചെയ്ത് എക്സാം മെത്തേഡിലുള്ള ക്വസ്റ്റ്യൻസും അതും മാക്സിമം ക്വസ്റ്റ്യൻസ് ഓരോ ചാപ്റ്ററിലും മാക്സിമം ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാം. അതിൻ്റെ കൂടെ നിങ്ങളുടെ സ്വന്തമായിട്ടുള്ള പ്രാക്ടീസും വേണം. അതായത് നിങ്ങളിപ്പോൾ പിനാക്കിൾ ബുക്ക് ഓൾറെഡി ഒരു വട്ടം തീർത്തവരാണെന്നുണ്ടെങ്കിൽ അതെന്ത് ചെയ്യുക, ടൈമർ ഇട്ടിട്ട് ചെയ്യും. പിനാക്കിൾ ബുക്ക് തീർത്തില്ലെങ്കിൽ ആ ബുക്കിലെ ക്വസ്റ്റ്യൻസ് വേഗം തീർക്കുക. ഈ ഒരു ക്ലാസ്സിലെ ക്വസ്റ്റ്യൻസ് ചെയ്യുക. അതുപോലെ ടെക്സ്റ്റ് ബുക്ക് ആപ്ലിക്കേഷൻ, മോക്ക് ടെസ്റ്റ് ചെയ്യുന്ന ആപ്ലിക്കേഷനിൽ നിന്നും സെക്ഷണൽ ടെസ്റ്റുകൾ അതുപോലെ ചാപ്റ്റർ ടെസ്റ്റുകൾ, ഇത് ഓരോ ഡെയിലി ബേസിലും നിങ്ങളൊരു വീക്കിലി ഷെഡ്യൂൾ ഉണ്ടാക്കുക. അങ്ങനെ ചാപ്റ്റർ ടെസ്റ്റ് അതെന്ത് ചെയ്യുക, ഫോളോ ചെയ്യുക. അപ്പോൾ ഇത് ചെയ്തുകൊണ്ടിരിക്കുക. അതുപോലെ സീക്രട്ട് ഓഫ് സ്പീഡ് മാത്സ് എന്ന് പറയുന്ന വീഡിയോ ഉണ്ട് ചാനലിൽ. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങളുടെ കാൽക്കുലേഷൻ സ്പീഡിന് വേണ്ടി. ഇപ്പോൾ സീക്രട്ട് ഓഫ് സ്പീഡ് മാത്സ് എന്ന് പറയുന്ന വീഡിയോ കണ്ടിട്ട് ഡെയിലി ഒരു അരമണിക്കൂർ ഏറ്റവും രാവിലെ എണീറ്റ് ചെയ്യേണ്ട കാര്യം അതാണ്. അത് ചെയ്യുക. അതുപോലെ പിനാക്കിൾ ബുക്ക് ഉണ്ടെങ്കിൽ അത് ടൈമർ ഇട്ട് ചെയ്യുക. ടൈമർ ഇട്ട് ചെയ്യുന്ന പറഞ്ഞാൽ ഒരു 30 ക്വസ്റ്റ്യൻ എടുത്തിട്ട് അല്ലെങ്കിൽ 20 ക്വസ്റ്റ്യൻ എടുത്തിട്ട് 20 മിനിറ്റ് കൊടുക്കുക, അല്ലെങ്കിൽ 15 മിനിറ്റ് കൊടുക്കുക. 25 ക്വസ്റ്റ്യൻ എടുത്തിട്ട് 20 മിനിറ്റ് ടൈമർ ഇട്ടിട്ട് ചെയ്യുക. അപ്പോൾ ആ ഒരു എക്സാം എൻവയോൺമെൻറ്റിൽ നിങ്ങൾ ചെയ്യുന്ന ഒരു ഫീൽ നിങ്ങൾക്ക് കിട്ടും. അത് നിങ്ങൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യും ഒരു വട്ടം ചെയ്തവർക്ക്. പിന്നെ ടെക്സ്റ്റ് ബുക്കിലെ സെക്ഷണൽ ടെസ്റ്റുകൾ, ചാപ്റ്റർ ടെസ്റ്റുകൾ, അതുപോലെ ഈ മാത്സിൻ്റെ പ്രാക്ടീസ് ബാച്ചിലെ ക്വസ്റ്റ്യൻസ് അത് വീണ്ടും ചെയ്ത് എക്സാം മെത്തേഡിലൂടെ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പഠിക്കുക. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. എക്സാം മെത്തേഡിൽ ക്വസ്റ്റ്യൻ ചെയ്യാൻ പഠിക്കുക. അല്ലാതെ നോർമൽ എപ്പോഴും ബേസിക് മെത്തേഡിൽ പഠിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങൾ നടക്കത്തില്ല. പിന്നെ ഓൾറെഡി ദിശയുടെ തന്നെ ക്ലാസ് കണ്ടവരാണെങ്കിൽ ആ ക്ലാസ്സിലുള്ള ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യണം, റിവൈസ് ചെയ്യണം. നിങ്ങൾ എവിടെ നിന്നാണോ പഠിച്ചത് അവിടെ നിന്ന് നിങ്ങൾ പഠിച്ച നമ്മൾ CGL ലെവലിലും CGL പ്രോ ലെവലിലും ഒക്കെ ഒരുപാട് ക്ലാസ്സുകൾ ആപ്ലിക്കേഷനിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ക്ലാസ്സിലൊക്കെ ചെയ്യുക. യൂട്യൂബിൽ എന്ത് ചെയ്യുന്നതായിരിക്കും, ഈ ഒരു മാത്സ് മെയിൻസിന് വേണ്ടി മാത്സിൻ്റെ ക്ലാസ്സിൽ ഇരുന്നായിരിക്കും. അപ്പോൾ ഇത് തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്യുക. മാക്സിമം പ്രാക്ടീസ് ആണ്, മാക്സിമം ടൈപ്പ് ഓഫ് ക്വസ്റ്റൻസ് ആണ്. അതുപോലെ ന്യൂ പാറ്റേണിലുള്ള 3D മെൻസുറേഷൻ്റെ, അതുപോലെ നമ്മുടെ കോർഡിനേറ്റ് ജോമെട്രിയുടെ, പിന്നെ ഹൈറ്റ് ആൻഡ് ഡിസ്റ്റൻസിൻ്റെ അതിൻ്റെയൊക്കെ ക്വസ്റ്റൻസ് ഉണ്ട്. പ്രോബബിലിറ്റി ഉണ്ട്. പ്രോബബിലിറ്റി ഓൾറെഡി നിങ്ങൾക്ക് മലയാളത്തിൽ ചെയ്തിട്ടുണ്ട്, ഇത് കാണാം. അതുപോലെ അതിൻ്റെ ക്വസ്റ്റ്യൻസ് എല്ലാം എന്ത് ചെയ്യുന്നതായിരിക്കും, ഈ പ്രാക്ടീസ് ബാച്ചിൽ ഉൾക്കൊള്ളുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ളവർക്ക് അത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അവിടെ നിന്ന് എഴുതി പഠിക്കാവുന്നതാണ്. ഇനി ഇംഗ്ലീഷിൻ്റെ കാര്യം പറയുമ്പോൾ ഇംഗ്ലീഷ് ഈ ഒരു ലാസ്റ്റ് പ്രിലിംസിന് നല്ല രീതിയിൽ ചോദിച്ചു കോംപ്രഹെൻഷൻ. അപ്പോൾ കോംപ്രഹെൻഷനെ കുറച്ച് സീരിയസ് ആയിട്ട് തന്നെ എടുക്കണം. ഇപ്പോൾ കോംപ്രഹെൻഷൻ നിങ്ങൾ ചെയ്യാൻ പറ്റുന്ന എന്താണ്, റീഡ്. അതായത് 30 മിനിറ്റ് നിങ്ങൾ രാവിലെ മാത്സിൻ്റെ എക്സസൈസ് ചെയ്യുന്ന പോലെ തന്നെ 30 മിനിറ്റ് എന്ത് ചെയ്യണം, നിങ്ങൾ റീഡിങ് മസ്റ്റ് ആയിരിക്കണം. അത് ന്യൂസ് പേപ്പർ തന്നെ വായിക്കുക. ഈ ടൈംസ് ഓഫ് ഇന്ത്യയൊക്കെ നല്ല പേപ്പറാണ്, വരുത്താൻ പറ്റുമെങ്കിൽ വരുത്തുക, അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ അങ്ങനെ 30 മിനിറ്റ് എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനം വായിക്കുക. എന്നിട്ട് മനസ്സിലാവാത്തതിൻ്റെ അർത്ഥം നിങ്ങൾ ഗൂഗിളിൽ നോക്കി തന്നെ പഠിക്കാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ ChatGPT ഉപയോഗിച്ചാലും നിങ്ങൾക്ക് അതിൻ്റെ അർത്ഥം വെച്ചിട്ട് സെൻറ്റൻസുകൾ ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെ എന്ത് ചെയ്യുക, അത് കോൺടെസ്റ്റ് വായിക്കുക, പഠിക്കുക. ഒരു 3 മാസം നിങ്ങൾ ഈ റീഡിങ് തന്നെ നിങ്ങൾ ഒരുപാട് എന്ത് ചെയ്യും, ഇംഗ്ലീഷിൽ മുന്നോട്ട് നയിക്കും. അതുപോലെ തന്നെ പ്രീവിയസ് ആയിട്ടുള്ള ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻസ്, ടെക്സ്റ്റ് ബുക്കിലെ മെയിൻസ് ലെവലിലുള്ള, അതായത് 2021, 20, 18, 19 പഴയ പാറ്റേണിലുള്ള മെയിൻസ് 200 ക്വസ്റ്റ്യൻ ഉണ്ട്. അതിലേക്ക് പാസേജുകൾ വളരെ അടിപൊളിയാണ്. അപ്പോൾ ആ ഒരു 200 ക്വസ്റ്റ്യൻസ് കൂടെ നിങ്ങൾ പ്രാക്ടീസിൽ ഉൾപ്പെടുത്തുക. വളരെ നിങ്ങൾ എന്ത് ചെയ്യുന്നത്, ഹെൽപ്പ് ചെയ്യും. ഇപ്പോൾ നേരത്തെ മാത്സിന് പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ടൈമർ ഇടേണ്ട ആവശ്യമില്ല. പിനാക്കിൾ ബുക്ക് ചെയ്യാം, അല്ലെങ്കിൽ പ്രീവിയസ് ഇയർ ബുക്ക് ചെയ്യാം. ടെക്സ്റ്റ് ബുക്കിൻ്റെ സെക്ഷണൽ ടെസ്റ്റുകൾ ഇവിടെ ചെയ്യാം. പിന്നെ നിങ്ങൾ പഠിച്ച ഗ്രാമർ ബുക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് റിവൈസ് ചെയ്യാം. ക്ലാസ് നിങ്ങൾ റിലയബിളായിട്ട് കണ്ടിട്ടുള്ള ക്ലാസ്സുകൾ റിവൈസ് ചെയ്യും. ഒരിക്കലും പുതിയ ഒരു ബാച്ച് എടുക്കുകയോ ഒന്നും വേണ്ട. ഈ ഒരു നമ്മുടെ മെയിൻസിൻ്റെ ദിശയിലെ ബാച്ചിൽ എൻറോൾ ചെയ്ത് അതിൻ്റെ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ചെയ്തു പോകും. ഇംഗ്ലീഷ് ഇത്രയും കാര്യങ്ങൾ. വൊക്കാബുലറി മസ്റ്റാണ്. വൊക്കാബുലറി ഇനി ബ്ലാക്ക് ബുക്ക് എനിക്ക് അത്ര തോന്നുന്നില്ല. ബാക്ക് ബുക്കിൽ നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളത് ഓക്കെയാണ്, അത് റിവൈസ് ചെയ്യാം. അതുപോലെ നമ്മുടെ വൊക്കാബ് കിങ് എന്ന് പറഞ്ഞൊരു ബുക്കുണ്ട്, വൊക്കാബ് കിങ്. അപ്പോൾ അതും എന്ത് ചെയ്യാം, നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പിന്നെ നിങ്ങളുടെ ആ ഒരു ഹിന്ദു ഇംഗ്ലീഷ് മാധ്യമം എന്ന് പറഞ്ഞൊരു ചാനലുണ്ട് ടെലിഗ്രാമിൽ, അതിലേയും എന്ത് ചെയ്യാം, നിങ്ങൾക്ക് എഡിറ്റോറിയലൊക്കെ വരും, അതിലേയും വൊക്കാബുലറി നിങ്ങൾക്ക് പഠിക്കാം. പുതിയ ന്യൂസ് പേപ്പറൊക്കെ വായിക്കുമ്പോൾ വൊക്കാബുലറിയും കൂടെ പഠിക്കണം. പഴയ പ്രീവിയസ് മാത്രം കൊണ്ട് ഇപ്പോൾ കാര്യം. പിന്നെ അതുപോലെ റീസണിങ് നിങ്ങൾ പ്രാക്ടീസ് മാത്രമാണ്. ഇതുവരെ ചെയ്ത കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. സെക്ഷണൽ ടെസ്റ്റുകൾ,
അതുപോലെ പുതിയ ടോപ്പിക്ക്, ന്യൂ ടോപ്പിക്സ് അത് ക്ലാസ്സിലൂടെ തന്നെ നിങ്ങൾക്ക് മെയിൻസിൻ്റെ ലെവൽ ക്ലാസ് വരുമ്പോൾ അതിൽ നിന്നും കംപ്ലീറ്റ് ആക്കാം. ദിശയിൽ ഓൾറെഡി ക്ലാസ്സുകളുണ്ട്. ന്യൂ ടോപ്പിക്കുകൾ എന്ത് ചെയ്യുക, നിങ്ങൾ യൂട്യൂബിൽ തന്നെ സെർച്ച് ചെയ്ത് പഠിക്കാം. നമ്മളുടെ ക്രിട്ടിക്കൽ റീസണിങ്, ഇൻപുട്ട് ഔട്ട്പുട്ട്, അതൊക്കെ ഓൾറെഡി ഈ ചാനലിൽ തന്നെ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ന്യൂ പാറ്റേൺ ആയിട്ടുള്ള ടോപ്പിക്കുകൾ ആദ്യം കവർ ചെയ്യുക. എന്നിട്ട് മാക്സിമം എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ്. അതാണ് ചാപ്റ്റർ വൈസും ഷിഫ്റ്റ് വൈസും ഒക്കെ ബുക്കുകൾ അവൈലബിൾ ആണ്, അല്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ പ്രാക്ടീസ് മതി. റീസണിങ്ങിനൊക്കെ മാക്സിമം പ്രാക്ടീസ് ആണ് വേണ്ടത്. ഓക്കെ, അതുപോലെ നമ്മുടെ ജി കെ കുറച്ച് പ്രശ്നമായിരുന്നു. കുറേ ആൾക്കാർക്ക് സ്റ്റേറ്റ്മെൻറ്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം തിയറി നിങ്ങൾ സെറ്റാക്കിയെന്ന് വിശ്വസിക്കുന്നു. തിയറി സെറ്റാക്കിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യണം, പ്രാക്ടീസ് ചെയ്യണം. അതിൻ്റെ ബുക്ക്സ് വാങ്ങി നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാം. NCERT യൂസ് ചെയ്യും. കിരണിൻ്റെ റെഡ് ആൻഡ് വൈറ്റ് ബുക്ക് എന്ന് പറയുന്ന ബുക്കുണ്ട്, റെഡ് ആൻഡ് വൈറ്റ് ബുക്ക്. അത് NCERT ബേസ്ഡ് ചെയ്തിട്ടുള്ള 10 മുതൽ 6ാം ക്ലാസ് മുതൽ +2 വരെയുള്ള സിലബസിനെ ബേസ് ചെയ്തിട്ടുള്ള ബുക്കാണ്. അപ്പോൾ അത് ഓർഡർ ചെയ്ത് പഠിച്ചാൽ കുറച്ചുകൂടെ നിങ്ങളെ GK ഹെൽപ്പ് ചെയ്യും. പിന്നെ നിങ്ങൾ എവിടെ നിന്നാണോ GK പഠിച്ചിട്ടുള്ളത് അത് വീണ്ടും റിവൈസ് ചെയ്യുക. അതുപോലെ ടെക്സ്റ്റ് ബുക്കിൽ നിന്നുള്ള മോക്കുകൾ മാക്സിമം ചെയ്യും. GKക്ക് ഒരു ഷെഡ്യൂൾ കൊടുക്കുക. ഒരു ദിവസത്തിൽ GK മാത്രം പഠിക്കുന്ന ഒരു ദിവസം വരരുത്, മാത്സ് മാത്രം പഠിക്കുന്ന വരരുത്. എല്ലാത്തിനും ആനുപാതികമായിട്ട് നിങ്ങൾ ഏതാണോ വീക്കായിട്ടുള്ളത് അവിടെ എന്ത് ചെയ്യുക, കൂടുതൽ സമയം കൊടുക്കുക. സ്ട്രോങ് ആയിട്ടുള്ള സമയത്ത് ഇതിന് പ്രാക്ടീസ് കൂടുതൽ ചെയ്യും. അപ്പം അങ്ങനെ GK എന്ത് ചെയ്യുക, പഠിക്കാം. അപ്പോൾ ഇതിലുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഓൺലൈൻ ക്ലാസ്സുകളെടുത്ത്, ഇപ്പം പോകാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഓൺലൈൻ ക്ലാസ്സുകളെടുത്ത് പഠിക്കും. എന്തായാലും ട്രസ്റ്റ് വൃത്തിയായിട്ടുള്ള നല്ല ക്ലാസ്സുകളെടുത്ത് നല്ല രീതിയിൽ എന്ത് ചെയ്യുക, പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ ഇതിനെല്ലാത്തിനും മെയിൻസിൻ്റെ ലെവലിൽ നമ്മൾ ഒരിക്കലും തുടക്കം മുതൽ പഠിക്കുന്ന ഒരു പ്രവണതയല്ല. മാക്സിമം ക്വസ്റ്റ്യൻസ് ആയാലും അത് പ്രാക്ടീസിലൂടെ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, മുന്നേറാൻ പറ്റത്തുള്ളൂ. പിന്നെ ഈ കമ്പ്യൂട്ടറിൻ്റെ കാര്യം പറഞ്ഞാൽ, കമ്പ്യൂട്ടറിന് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പിനാക്കിളിൻ്റെ ബുക്കുണ്ട്, അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൻ്റെ ക്ലാസ് ഏതെങ്കിലും ഒന്നും കണ്ടാൽ. കമ്പ്യൂട്ടർ ഒരുപാട് ബാലികര മലയൊന്നുമല്ല. അപ്പോൾ പിനാക്കിളിൻ്റെ ഒരു ബുക്കുണ്ട് കമ്പ്യൂട്ടറിൻ്റെ. ആ ബുക്ക് വാങ്ങി പഠിക്കുക. ദിവസം ഒരു 2 പേജോ 3 പേജോ വെച്ച് പഠിക്കുക. Day 1 Day 2 ഡേ വൈസ് തന്നെ ആയിരിക്കും. പിന്നെ അല്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്കിലെ അതും അതിൻ്റെ കൂടെ ടെക്സ്റ്റ് ബുക്കിൽ എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻസും ചെയ്യുക. ടെക്സ്റ്റ് ബുക്ക് ആപ്ലിക്കേഷനാണ് കേട്ടോ മോക്ക് ടെസ്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ദിശയിലെ ആപ്ലിക്കേഷൻ. അപ്പോൾ അതിൻ്റെ മോക്ക് ടെസ്റ്റ് ചെയ്യുക. കമ്പ്യൂട്ടറിന് മോർ ദാൻ ഇൻഫാണ്, ഇപ്പോഴേ തന്നെ സ്റ്റാർട്ട് ചെയ്തോളൂ കേട്ടോ. അതുപോലെ ക്ലാസ് ആയാലും മതി, ദിശയിലെ ക്ലാസ് ആയാലും മതി. പിന്നെ ടൈപ്പിങ്ങിനുള്ള വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ടൈപ്പിംഗ് ദിശ അക്കാഡമി സെർച്ച് ചെയ്താൽ ടൈപ്പിങ്ങിനുള്ള വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അതിപ്പോൾ തന്നെ ഒരു 15 മിനിറ്റ് ടു 20 മിനിറ്റ് നിങ്ങൾ ടൈപ്പിങ്ങിന് വേണ്ടി ചിലവാക്കണം. ടൈപ്പിങ്ങിന് ഒരു കീബോർഡ് വാങ്ങി എന്ത് ചെയ്യണം, ടൈപ്പ് ചെയ്യണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് കമ്പ്യൂട്ടർ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ കമ്പ്യൂട്ടർ സെൻറ്റേഴ്സിൽ പോയിട്ട് അരമണിക്കൂർ വെച്ച് ഡെയിലി എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ചെയ്യാം. ഓൾറെഡി അതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടാവുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ മെയിൻസിന് വേണ്ടി ചെയ്യേണ്ടത്. അപ്പം ഇതിൽ മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ മടുത്ത് പോവാതെ ഏറ്റവും സ്റ്റാർട്ട് ഏർലി പ്രിപ്പറേഷൻ എന്ത് ചെയ്യുക, സ്റ്റാർട്ട് ചെയ്യുക. ആൻസർ കീ വന്നിട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു പരിപാടി നടക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് എക്സാമിൻ്റെ കാര്യമൊന്നും ആലോചിച്ചുകൊണ്ടിരിക്കേണ്ട. സ്റ്റാർട്ട് ഏർലി. ഒരു എക്സാമിന് പ്രിപ്പറേഷൻ നിങ്ങൾ എപ്പോൾ നിർത്തുന്നോ അത് വീണ്ടും തുടങ്ങാൻ വേണ്ടി നിർത്തിയ സമയം തന്നെ വീണ്ടും എടുക്കും, അതിൽ ആ ട്രാക്കിലോട്ട് എത്താൻ വേണ്ടി. ആ ഒരു കാര്യം മാത്രം മനസ്സിലാക്കുക. ബാക്കി ക്ലാസ്സുകളും കാര്യങ്ങളും എല്ലാം ഇവിടെ ഉണ്ട്. ഓക്കെ, എൻ്റെ മെയിൻസിൻ്റെ ബാച്ചിൻ്റെ കാര്യം പറഞ്ഞു. അത് വരുന്ന സമയത്ത് അതിൽ എൻറോൾ ചെയ്ത് അതും പഠിക്കാൻ ശ്രമിക്കുക. പ്രാക്ടീസ് മാക്സിമം സെറ്റായിട്ട് പോകും. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻ്റ് ആയിട്ട് പറയുക. ഓൾ ദി ബെസ്റ്റ്.